ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മളൊരു ബെഡ്റൂമിൻ്റെ അകത്തേക്ക് അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളൊക്കെ വരുന്ന ബെഡ്റൂമിൻ്റെ അകത്തേക്ക് വരുന്ന മെയിനായിട്ട് വരുന്ന സ്വിച്ച് ബോർഡുകളിൽ മെയിൻ സർക്യൂട്ടുകൾ DBയിൽ നിന്ന് വരുന്ന സർക്യൂട്ട് ഏതൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മെയിനായിട്ട് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് എൻട്രൻസിൻ്റെ ഏരിയയിലാണ്. എൻട്രൻസിൻ്റെ ഏരിയ കഴിഞ്ഞ ശേഷം ഇവിടെയാണ് ബെഡിൻ്റെ ഏരിയ വരുന്നത്. ബെഡ് സ്വിച്ചിന് നമ്മൾ കൊടുത്തിരിക്കുന്നത് 8 ബോഡികളുടെ ഒരു ബോക്സും പിന്നെ ഒരു 4 ബോഡികളുടെ ബോക്സുമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അത് വൺ സൈഡാണ് നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സർക്യൂട്ട് വരുന്നത് നമ്മൾ നോക്കുക. ബെഡിൻ്റെ പൊസിഷനിൽ നമ്മൾ ആദ്യമേ തന്നെ നമ്മൾ മെയിൻ സർക്യൂട്ട് വരുന്നത് എന്ന് വെച്ചാൽ അത്യാവശ്യം വരുന്ന ഒന്നാണ് AC വരുന്നത്. ആ ACയുടെ ഇന്ന് ഔട്ട് നമ്മളവിടെ വരുന്നുണ്ട്. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മെയിനായിട്ട് വരുന്നത് ഫേസ്, ന്യൂട്രൽ, എർത്ത്, പിന്നെ മാസ്റ്റർ, ഇൻവെർട്ടർ. ഇതിലാണ് മെയിനായിട്ട് വരുന്ന സർക്യൂട്ട് വരുന്നത്. ഫേസിൻ്റെ ഔട്ട് ACയുടെ ഔട്ടാണ് ഈ കാണിക്കുന്നത്, മാർക്ക് ചെയ്തിട്ടാണ്. ACയുടെ 2.5 ഔട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇത് DBയിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. ACയുടെ ഇന്നാണ് വന്നിരിക്കുന്നത്. ACയുടെ ഇന്ന് വന്നിരിക്കുന്നത് ഒരു മഞ്ഞയും നീലയും 2.5 നേരെ DBയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ACയുടെ ഔട്ട് വയ്ക്കാനുള്ള യൂണിറ്റിൽ പോയിരിക്കുന്നത് നീലയും മഞ്ഞയും ACയുടെ ഔട്ടിനുള്ള ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ഫേസ്, ന്യൂട്രലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ 2 എണ്ണമാണ് നേരെ DP സ്വിച്ചിൽ ഈ 4 എണ്ണമാണ് DP സ്വിച്ചിലേക്ക് കൊടുക്കുന്ന ഇൻ ഔട്ടായിട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ DBയിൽ നിന്ന് വന്നിരിക്കുന്ന മെയിൻ സർക്യൂട്ട് വന്നിരിക്കുന്നതാണ് ഇൻവെർട്ടറും മാസ്റ്ററും വന്നിരിക്കുന്നത്. ഇൻവെർട്ടർ ഫേസും മാസ്റ്റർ ഫേസും. ഇൻവെർട്ടർ ഫേസിന് 1.5 ആണ് കൊടുത്തിരിക്കുന്നത്. മാസ്റ്ററിനും 1.5 തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ DBയിൽ നിന്ന് വന്നിരിക്കുന്ന ACയുടെ സർക്യൂട്ട് ഫേസ്, ന്യൂട്രൽ 2.5 വന്നു. പിന്നെ അവിടെ നിന്ന് തന്നെ വന്നിരിക്കുന്ന മെയിൻ സർക്യൂട്ടുകളിലൊന്നാണ് മാസ്റ്റർ, ഇൻവെർട്ടറും, അത് 1.5 വന്നിരിക്കുന്നത്. പിന്നെ അടുത്ത് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് വരുന്ന കാര്യങ്ങളിലൊന്നാണ് ഈ സർക്യൂട്ട് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടു. പിന്നെ അതിനുശേഷം നമ്മൾ ബാക്കി വരുന്ന വയറുകൾ നമുക്ക് പിന്നെ നോക്കാം. അതിന് മുന്നേ നമ്മൾ മെയിനായിട്ട് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫേസ്, ന്യൂട്രലും അതിൻ്റെ കൂടെ തന്നെ DBയിൽ നിന്ന് വരുന്നുണ്ട്. ഫേസ്, ന്യൂട്രൽ, എർത്ത്, അതായത് 1.5 തന്നെയാണ് വന്നിരിക്കുന്നത്. DBയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഫേസ് എന്ന് വെച്ചാൽ റെഡാണ് കൊടുത്തിരിക്കുന്നത് 1.5. ന്യൂട്രൽ എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. എർത്ത് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ഗ്രീൻ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഗ്രീൻ തന്നെയാണ്, എർത്ത് തന്നെയാണ് നമ്മുടെ ACയുടെ എർത്ത് തന്നെയായിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു ബെഡ്റൂമിലേക്ക് ഒരു എർത്താണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. 1.5 തന്നെയാണ് ഉപയോഗിക്കുന്നത്. എല്ലാ പ്ലഗുകളും അതുപോലെ തന്നെ ACയുടെയും എല്ലാം ഒറ്റ ഇതിൽ തന്നെയാണ്, ഒറ്റ എർത്താണ് വരുന്നത്. അപ്പോൾ മെയിനായിട്ട് വരുന്ന സർക്യൂട്ടുകളിൽ നമ്മൾ കാണിച്ചു ഫേസ്, ന്യൂട്രൽ, എർത്ത്, മാസ്റ്റർ, ഇൻവെർട്ടർ. അപ്പോൾ അതെല്ലാം 1.5 വന്നിരിക്കുന്നത്. 1.5 ആണ്. പിന്നെ ACയുടെ മാത്രമാണ് 2.5 കൊടുത്തിരിക്കുന്നത്. ഫേസ്, ന്യൂട്രൽ, പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഔട്ട് പോകുന്ന ഫേസും ന്യൂട്രൽ ഔട്ട് പോകുന്നത്. ഇത്രയാണ് മെയിനായിട്ട് വരുന്ന സർക്യൂട്ട്. പിന്നെ നമ്മൾ ബെഡ് സ്വിച്ചിൻ്റെ ഏരിയ ആയതുകൊണ്ട് 2 വേ സ്വിച്ച് വരുന്നുണ്ട്. അപ്പോൾ 2 വേ സ്വിച്ചിന് വേണ്ടിയിട്ട് 2 2 വേ സ്വിച്ച് ഉണ്ട്, ലൈറ്റിനുണ്ട്, ഫാനിനുണ്ട്. അപ്പോൾ 2 2 വേ സ്വിച്ചിൻ്റെ 2 ലീഡുകൾ വയറുകളാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഇവിടെയാണ് ബെഡ് സ്വിച്ചിലാണ് നമ്മൾ ലീഡ് കൊടുക്കുന്നത്. റെഗുലേറ്റർ കാര്യങ്ങൾ ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 2 ലീഡിനുള്ള ഓപ്ഷനും പിന്നെ അതുപോലെ തന്നെ ഒരു ഫുൾ ലാമ്പ് വരുന്നുണ്ട്. അതിൻ്റെയും കൂടിയാണ് 1 സ്ക്വയർ വയറുകളെല്ലാം തന്നെ ആ കാണുന്ന 3 വയർ, 2 റെഡും ഒരു യെല്ലോയും, 1 ലൈറ്റിൻ്റെ ലീഡ്, 1 ഫാനിൻ്റെ ലീഡ്, പിന്നെ ഒരു ഫുൾ ലാമ്പിൻ്റെ ലീഡ്. ഇങ്ങനെ 3 ലീഡുകളാണ് വന്നിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ബെഡ് സ്വിച്ചിൻ്റെ ഏരിയയിൽ തന്നെ, ബെഡ് സ്വിച്ചിൻ്റെ ഏരിയയിലുള്ള ഒരു സെക്ഷനാണ്. അതായത് കട്ടിലിൻ്റെ സൈഡ് കിട്ടുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിത് 2 രീതിയിൽ കൊടുക്കാൻ പറ്റും. ബെഡ് സ്വിച്ച് വരുന്നത് 6 അടി കട്ടിലിട്ടതിന് ശേഷം 2 സൈഡുകളിൽ വരുന്നുണ്ട്. അതിനും ഏകദേശം കണക്ഷൻസ് ഒക്കെ സെയിം തന്നെയാണ്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ കണ്ടു, DBയിൽ നിന്ന് വരിക്കുന്ന സർക്യൂട്ടും കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടു. ഏതൊക്കെ വയറാണ് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ പഠിക്കരുത്. ഇനി അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് DBയിൽ നിന്നും ഏതൊക്കെ സ്ഥലത്തേക്ക് എന്തൊക്കെ വയറുകളാണ് വലിക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ മതി. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോസ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.